ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രജനി അറ്റ് കിച്ചൻ. ഇനി നമ്മൾക്ക് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു റെസിപ്പി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പാൽ ചേമ്പ് കൊണ്ട് നമുക്ക് ഊണിന് പറ്റിയ ഒരു ഫ്രൈ ഐറ്റം ഉണ്ടാക്കാം. നമ്മൾ ചേനയും കായയും ഒക്കെ അതുപോലെ കത്തിരിക്കയൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ ചേമ്പ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചേമ്പ് പറ്റൂല, ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ വേണത് അരിയാനായിട്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചേമ്പ് തന്നെ എടുക്കുക. പാൽ ചേമ്പെന്നൊക്കെയാണ് ഇതിനെ നമ്മൾ പറയുക. പിന്നെ സവോള, ഇതിന് ഒരു അരപ്പ് വേണം. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു സവാള, ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി എടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുത്തോ, ഈ 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് ഉള്ളി അരച്ചത്. അപ്പോൾ അതിനോടൊപ്പം ഈ സവാള നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് മുളക് പൊടിയും ഈ ചുമന്ന നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് അരയ്ക്കുക. ഒപ്പം വെള്ളം ചേർത്ത് അരയ്ക്കാം. വെള്ളം വറ്റിച്ച് വേണമെങ്കിൽ നല്ല വെള്ളം അമ്മിയിലിട്ട് അരയ്ക്കുവാണെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കാം. അഥവാ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ആ വെള്ളം വറ്റിച്ചെടുക്കുക. കാരണം ഇതിൽ നമുക്ക് ധാരാളം വെള്ളം വന്നു കഴിഞ്ഞാൽ എണ്ണ നമുക്ക് ഒരുപാട് കുടിക്കും. അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെള്ളം പരമാവധി കുറച്ച് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മുളക് ഞാൻ അതുപോലെ മിക്സിയിൽ അരച്ചതാണ്. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി. കാരണം ഞാൻ പറഞ്ഞ പോലെ വെള്ളം അംശം ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ തിക്കായിട്ട് ഇതിൽ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പരുവത്തിൽ വേണം നമ്മൾ സവോളയും മുളകും അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണ് അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മുളക് പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. ഒരു 1 hour എങ്കിലും അത് ആ മുളകൊക്കെ നല്ലവണ്ണം നമ്മുടെ ചേമ്പിലേക്ക് പിടിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലൊക്കെ നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം എല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവോളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരച്ചത്, കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് അരച്ചതാണ്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് മുളക് പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം അരയ്ക്കുമ്പം ഒരുപാടൊന്നും ഇട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല. ആവശ്യത്തിന് ആദ്യം തന്നെ ഇടുവാണെങ്കിലും നല്ലത്. ഇനി നമുക്ക് വേണ്ട പോലെ നമുക്ക് എരിവൊക്കെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എരിവ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ ഞാൻ ഇത്തിരി മുളക് അരയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും മതിയാവില്ല. അപ്പോൾ നോക്കുക, ഫ്രൈ ആണ്, അത് കാരണം വളരെ കുറച്ചിടാം. കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് മിനിമം ഒരു 1 hour എങ്കിലും വയ്ക്കുക. 1 hour ഒക്കെ മതിയാവും. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പം ഇങ്ങനെ പുരട്ടി അങ്ങ് വയ്ക്കുക. ഒരു 12 മണിയോ 12:30 ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങുക. അപ്പോൾ കുറച്ച് ഒരുപാട് തിക്കി ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ല. നമ്മൾ പാനിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ പരന്നിട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. ഓരോന്നായിട്ട് തിക്കി കൂടിയിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പം എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം 1 hour ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അടുപ്പ് കത്തിക്കാം. അപ്പോൾ ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരട്ടെ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരേ കനത്തിലുള്ളത് നമുക്കിങ്ങനെ വട്ടത്തിലോ നടുവിലോ ഒക്കെ ആയിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം. ഒരേ കനത്തിലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് കിട്ടും. ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇതിലിത്തിരി വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചേമ്പിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പം അവിടെ എവിടെയും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിലാവാതെ നോക്കുക. അപ്പോൾ നല്ലോണം എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം.
ഇങ്ങനെ നമ്മൾക്ക് നന്നായി ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ ഇതിന്ന് അടുത്തുനിന്ന് പോവരുത്. നമ്മൾ വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്കൊരു ഭാഗം മൊരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എണ്ണ കിടക്കുന്നത്. അപ്പോൾ വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും. ദേ ഇപ്പം ഒരുവിധം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ആദ്യം തന്നെ തിരിച്ചിടാം. കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്, ശകലം ഒന്ന് മൊരിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് അരിപ്പൊടി, കടലമാവ്, മൈദ, കോൺഫ്ലോർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് ഇതിലെ മസാല നല്ല രീതിയിൽ കോട്ട് ചെയ്ത് നിൽക്കാനായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സാധാരണ വീടുകളിൽ എളുപ്പം ചെയ്യാൻ പറ്റിയ രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വീട്ടിലൊക്കെ അത് കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്ര മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ ട്രഡീഷണലി ചെയ്യുന്ന രീതിയൊക്കെ ഇങ്ങനത്തെ തന്നെയാണ്, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം മൊരിയണപ്പോൾ ഒരുവിധം ചൂടൊക്കെ കയറി വന്നതുകൊണ്ട് അധികം നേരം വേണ്ട ഈ വശം മൊരിഞ്ഞ് കിട്ടാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒരു 3 മിനിറ്റിനകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ മാറ്റുവാണ്. നല്ലൊരു സൈഡ് ഡിഷാണ് മോരും ചോറും ഇതും. കുറച്ച് നെല്ലിക്ക അച്ചാറും ഒക്കെ ഉണ്ടെങ്കിലും ഊണും അടിപൊളിയാക്കും. സാമ്പാർ, ഏത് കറിയുടെ കൂടെയും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഈ ഒരു ചേമ്പ് ഫ്രൈ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചേമ്പ് ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അടുത്തതും കൂടെ ഇടാം. ഇടുമ്പോൾ സൂക്ഷിക്കണം, അതിൽ വെള്ളമയമുണ്ട്. നമ്മൾ അധികം വെള്ളമില്ലാതെയാണ് അരച്ചതിലിട്ടിരിക്കുന്നതെങ്കിലും ഉപ്പിട്ടിട്ട് നമ്മൾ ചേമ്പ് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഊറി വരും. ഇങ്ങനെ ഇടുമ്പോഴൊക്കെ വെള്ളം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കയ്യിൽ മുട്ടാണ്ട് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇത്തിരി വലിയ കയ്യിൽ തവിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാൻ നോക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ, നമുക്ക് എത്ര ഫ്രൈ ചെയ്ത് കിട്ടി. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 2 ചേമ്പുണ്ടെങ്കിൽ 3 പേർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഊണ് കഴിക്കാൻ പറ്റും. ഇവിടെ ഫ്രൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം. ക്രിസ്പി ഒന്നുമല്ല, ഇച്ചിരി സോഫ്റ്റാണ്. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് മൊരുമൊരാന്നുള്ള ടൈമിലെടുക്കരുത്. കുറച്ചുകൂടെ സോഫ്റ്റായിരിക്കുന്ന ടൈമിലെടുത്തിട്ട് പുറത്ത് വയ്ക്കുമ്പം കുറച്ചുകൂടെ അത് ക്രിസ്പാവും. പിന്നെ എല്ലാം കണ്ടോ കുറച്ചൊന്ന് ഇങ്ങനെ സോഫ്റ്റാണ്. നമുക്ക് ഊണിനൊക്കെ ബെസ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചേമ്പ് ഫ്രൈ ആണ് കേട്ടോ.